ശബരിമലയിലെ തിരക്ക് നിയന്ത്രണം പാളിയതിൽ ദേവസ്വം ബോർഡിനെ കുടഞ്ഞ് ഹൈക്കോടതി. മുന്നൊരുക്കങ്ങളിലെ വീഴ്ചയിൽ കോടതി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു. ഇങ്ങനെ പോയാൽ വലിയ ദുരന്തമുണ്ടാകുമെന്ന് കോടതി ആശങ്ക അറിയിച്ചു. 6 മാസം മുമ്പെങ്കിലും മുന്നൊരുക്കങ്ങൾ തുടങ്ങണമായിരുന്നു. ശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്നും കോടതി. വിഷയത്തിൽ ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും കോടതി വിശദീകരണം തേടി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ, ഐസൻ ജോസ്, സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി എന്നിവ ചേരുന്നു. ആദ്യം കൊച്ചിയിലേക്ക് പോകുന്നു ജിജീഷ് കരുണാകരൻ. ജിജീഷ, ഹൈക്കോടതി കൃത്യമായി കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ശബരിമലയിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായതാണ്. മാത്രമല്ല, ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു മുന്നൊരുക്കങ്ങളും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു ദിവസം മുഴുവൻ ലൈവത്തോണിൽ വിളിച്ചു പറഞ്ഞത് അതാണ്, മുന്നൊരുക്കങ്ങളില്ല എന്ന്. ഇപ്പോൾ നോക്കൂ, മുന്നൊരുക്കങ്ങളില്ല എന്ന് തന്നെയായിരുന്നു ഹൈക്കോടതിയും നിരീക്ഷിച്ചത്. മുന്നൊരുക്കങ്ങളിലെ വീഴ്ചയിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് കടുത്ത അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഹൈക്കോടതിയുടെ മറ്റ് നിരീക്ഷണങ്ങൾ? ജിജീഷ് കരുണാകരൻ. അന്നമ്പ്യാർ, ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് തന്നെയാണ് സർക്കാരും ദേവസ്വം ബോർഡും വിധേയമായിരിക്കുന്നത്. കാരണം പലവട്ടം പറഞ്ഞിട്ടും സർക്കാരിന് യാതൊരു താല്പര്യവും ഭക്തജനങ്ങളുടെ കാര്യത്തിലില്ല, അവരുടെ ജീവൻ്റെ കാര്യത്തിലില്ല. തിക്കിലും തിരക്കിലും അവർ ശ്വാസം മുട്ടി ദർശനം പൂർത്തിയാക്കേണ്ട സാഹചര്യം, ദർശനം നടത്താൻ പോലും കഴിയാതെ തിരികെ മടങ്ങേണ്ടി വരുന്ന ഭക്തരുടെ വിഷമങ്ങൾ, അവിടെ ചെറിയ കുട്ടികൾ പോലും ആ തിക്കിലും തിരക്കിലും പെട്ട് കരയുന്ന ആ കാഴ്ചകൾ, അതൊന്നും തന്നെ സർക്കാരിൻ്റെ കണ്ണുകളെ നനയിക്കുന്നില്ല. അവർക്ക് യാതൊരു തരത്തിലുള്ള മനസ്താപവും അത്തരം കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ വരുമ്പോഴാണ് കോടതിയും കൃത്യമായി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. 6 മാസം മുമ്പെങ്കിലും ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതായിരുന്നു, അത് ഉണ്ടായില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം പെട്ടെന്ന് ഒരു നടപടിയുടെ ഭാഗമായി ചെയ്യേണ്ട കാര്യങ്ങളല്ല. മണ്ഡലകാലം എല്ലാ വർഷവും വരുന്നതാണ്, വലിയ ഭക്തജന തിരക്കുണ്ടാകുമെന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. എന്നാൽ അതൊന്നും സർക്കാരിൻ്റെയോ ദേവസ്വം ബോർഡിൻ്റെയോ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അതാണ് ഈ അനിയന്ത്രിതമായ ഒരു തിരക്കിന് കാരണമായത്. തിരക്കുണ്ടായി എന്ന് പറഞ്ഞ് കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമങ്ങളെയാണ് കോടതി പ്രധാനമായും ചോദ്യം ചെയ്തിരിക്കുന്നത്. ആളുകളെ തിരികെ കയറ്റിയിട്ട് എന്താണ് കാര്യമെന്ന് ചോദ്യം കോടതി ഇവിടെ വാക്കാൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. സെക്ടർ തിരിച്ച് എത്ര പേർക്ക് നിൽക്കാനാകും? ശബരിമലയിലെ മുന്നൊരുക്കങ്ങളിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ കോടതിക്കുള്ള അതൃപ്തി അത് കോടതി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 90,000 പേരെ കയറ്റാൻ അനുവദിക്കണമെന്ന് ദേവസ്വം ബോർഡ് പറയുന്നു. 90,000 പേരെ എവിടെ മുതൽ എവിടെ വരെ നിർത്തുമെന്ന ചോദ്യം കോടതി തിരികെ ചോദിക്കുന്നുണ്ട്. കാരണം ഇതിലെല്ലാം ഒരു പ്രായോഗികത എന്താണ്? ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം എന്ത് പ്രായോഗികതയാണുള്ളത്? അനുദിനം തിരക്ക് വർദ്ധിക്കുന്നു, ആ തിരക്കിൽ ഭക്തർ വലയുന്നു, അത് നടപടി യാതൊന്നും എടുക്കുന്നില്ല തിരക്ക് കുറയ്ക്കാനുള്ളത്. വീണ്ടും ചില നിർദ്ദേശങ്ങൾ, അതും അപ്രായോഗികമായ കാര്യങ്ങൾ എന്തിനു മുന്നോട്ട് വയ്ക്കുന്നു എന്നത് തന്നെയാണ് കോടതി ഇവിടെ ചോദിക്കുന്നത്. കുറഞ്ഞത് 3-4 മാസം മുമ്പെങ്കിലും ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തണമായിരുന്നു. എന്നാൽ അത്തരം മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടില്ല. നമ്മൾ തന്നെ പലവട്ടം അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ജനൻ TV നൽകിയിരുന്നു. ശബരിമല മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിലുള്ള വീഴ്ചകൾ, അത് ദേവസ്വം ബോർഡിൻ്റേതാണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റേതാണെങ്കിലും എല്ലാം തന്നെയുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ വാർത്തകൾ കണ്ടെങ്കിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടിയ പ്രസക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിലും നടപടിയിലേക്ക് കടന്നിരുന്നു എങ്കിൽ അതുപോലും ഉണ്ടായിരുന്നില്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്നതാണ്. കേവലം ഒരു ഉത്സവം നടത്തുന്നത് പോലെയാണോ ശബരിമലയിലെ ഒരുക്കങ്ങൾ നടത്തേണ്ടത് എന്ന കാര്യമാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രം എത്തുന്ന ഉത്സവങ്ങൾ പോലെയാണോ ഇത്രയധികം 10,000-കണക്കിന് ആളുകൾ, വിശ്വാസികൾ പ്രതിദിനം എന്നോണം എത്തുന്ന ശബരിമലയിൽ നടത്തേണ്ടത്? അതിന് എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ്? ആ ജനങ്ങൾക്ക് അവർക്ക് കുടിക്കാൻ വെള്ളവും, മണിക്കൂറുകൾ കാത്തിരിക്കുന്നവർക്ക് ഭക്ഷണവും ഏർപ്പെടുത്തേണ്ടതുണ്ട്. തിക്കും തിരക്കുമില്ലാതെ ദർശന സൗകര്യം പൂർത്തിയാക്കാൻ അവർക്ക് കഴിയണം. ദർശനം പൂർത്തിയാക്കി ആത്മസംതൃപ്തിയോടെ മടങ്ങാൻ അവർക്ക് കഴിയണം. എന്നാൽ അത്തരമൊരു സാഹചര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന കാര്യം തന്നെയാണ് കോടതി ഇവിടെ പ്രധാനമായും ചോദിച്ചിരിക്കുന്നത്. കുട്ടികളുമായി വരുന്നവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ആ തിക്കിലും തിരക്കിലും കുട്ടികൾ പെട്ടുപോകുമ്പോൾ അവരെയും സംരക്ഷിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ അവർ ആ തിക്കിലും തിരക്കിലും മാറിപ്പോകുന്നതും കുട്ടികൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുകയും എല്ലാം ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് എത്രമാത്രം ദുരിത
ദുരിതപൂർണ്ണമാണ് അങ്ങനെ ഒരു സാഹചര്യത്തെ നേരിടേണ്ടി വരുന്ന സ്ഥിതിവിശേഷം എന്ന കാര്യമാണ് കോടതി പ്രധാനമായും ചോദിക്കുന്നത്. ആളുകൾ ക്യൂവിൽ ശ്വാസം മുട്ടി നിൽക്കുകയാണ് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ശുചിമുറി വൃത്തിയാക്കാൻ ആളുകളില്ല, അവിടെ വെള്ളമില്ല, 8 മണിക്കൂർ ക്യൂ നിൽക്കുകയല്ലേ ആളുകൾ എന്ന് കോടതി ചോദിക്കുന്നു. കോടതി 8 മണിക്കൂർ എന്ന് പറയുമ്പോൾ 8 മണിക്കൂർ മാത്രമല്ല, അതിലധികം മണിക്കൂറുകൾ 12 മണിക്കൂറും 14 മണിക്കൂറും എല്ലാം തന്നെ കാത്തിരുന്ന് ദർശനം പൂർത്തിയാക്കി മടങ്ങേണ്ടി വരുന്ന ആളുകളുണ്ട്. ആ ദർശനം പൂർത്തിയാക്കാൻ കഴിയാതെ പാതി വഴിയിൽ തിരിച്ചു പോകേണ്ടി വരുന്ന ആളുകളുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാമാണ് കോടതിയുടെ ചൂണ്ടിക്കാണിക്കുന്നത്. തീർത്ഥാടകരെ ശ്വാസം മുട്ടിച്ച് മരണത്തിലേക്ക് തള്ളിവിടാനാവില്ല എന്ന് കോടതി പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം മുമ്പുള്ള അനുഭവങ്ങളുണ്ട്, ദുരനുഭവങ്ങളുണ്ട്, ചില മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന വലിയ അപകടങ്ങളുണ്ട്. അവിടെ ജീവൻ പൊലിഞ്ഞ അയ്യപ്പ ഭക്തരുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് എങ്ങനെ ഇത്തരം നടപടികൾ ഒന്നും സ്വീകരിക്കാതെ, തിരക്ക് നിയന്ത്രിക്കാൻ യാതൊന്നും പോവുകയാണ്. ഐസൻ, ഹൈക്കോടതി അക്കമിട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വൃശ്ചികം പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല. മുന്നൊരുക്കങ്ങൾ വേണമായിരുന്നു, മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് ജനം TV കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു. ഇടത്താവളങ്ങളിലൊന്നും അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. പമ്പ മലിനമായി കിടക്കുന്നു. മാത്രമല്ല, ആഗോള അയ്യപ്പ സംഗമം ഏകദേശം 10 കോടി രൂപ ചെലവഴിച്ച് നടത്തി. ഒരു ധൂർത്ത് തന്നെയായിരുന്നു അത്. അവിടെ പ്രധാനമായും ചർച്ച ചെയ്തത് ശബരിമല തീർത്ഥാടനം എങ്ങനെ സുഗമമാക്കാം എന്നാണ്. മാത്രമല്ല, ക്രൗഡ് മാനേജ്മെൻറ്റ്, അതാണിവിടെ അലങ്കോലപ്പെട്ടിരിക്കുന്നത്. ആളുകളെ, ഭക്തജനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസിന് സാധിക്കുന്നില്ല. ഏത് രീതിയിൽ ക്രമീകരിക്കണം എന്ന പോലീസിന് എത്തും പിടിയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീർത്ഥാടനം ആദ്യ ദിവസം തന്നെ അവതാളപ്പെട്ടത്. ഐസൻ നോക്കൂ, കോടതി ഇടയ്ക്കിടയ്ക്ക് ഇടപെടുന്നുണ്ട്. കോടതി പല ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. വിശദീകരണം നൽകാൻ ദേവസ്വം ബോർഡിനോട് പറയുന്നുണ്ട്, സർക്കാരിനോട് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം ഗൗരവത്തോടെ ദേവസ്വം ബോർഡും സർക്കാരും ഉൾക്കൊള്ളുന്നുണ്ട്? ഐസൻ ജോസ്. തീർച്ചയായും അനിൽ നമ്പ്യാർ, ഇന്ന് ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ കർശനമായ ചില വാക്കുകൾ നിരീക്ഷിക്കുമ്പോൾ തന്നെ ഇക്കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെയോ അതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ഇതുമായി ബന്ധപ്പെട്ട അധികാരികളുടെയോ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സംവിധാനങ്ങളുടെയോ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കേവലം ഒരു ഉത്സവം നടത്തുന്നത് പോലെയാണോ നിങ്ങൾ ശബരിമല തീർത്ഥാടനത്തെ അല്ലെങ്കിൽ മണ്ഡലകാല തീർത്ഥാടനത്തെ കാണുന്നത് എന്ന ഏറ്റവും ഗൗരവമേറിയൊരു ചോദ്യം ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു. മാത്രമല്ല, ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇനിയുണ്ടാകാൻ, അതായത് ഈ തിക്കും തിരക്കും ഉണ്ടായി കുട്ടികളെ പരിഗണിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം, കൊച്ചുകുട്ടികളുമായി എത്തുന്നവർ, നമുക്കറിയാവുന്നതാണ്, പെൺകുട്ടികളൊക്കെ തന്നെ വളരെ ചെറുപ്രായത്തിൽ തന്നെ അവിടേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. 10 വയസ്സിന് താഴെയൊക്കെയുള്ള കുട്ടികളെ മാത്രമാണ് കൊണ്ടുവരുന്നത്. സ്വാഭാവികമായും പിന്നീട് അവർക്ക് വലിയൊരു കാലയളവ് കാത്തിരുന്നിട്ട് അതിനുശേഷമാണ് അവിടേക്ക് വരാൻ സാധിക്കുക. ആ ഒരു സാഹചര്യത്തിൽ തന്നെ അത്തരത്തിലുള്ള കുട്ടികൾ അവിടെ വരുന്നത് സ്വാഭാവികമാണ്. അത്തരത്തിൽ കൊച്ചുകുട്ടികൾ വരുന്നു. അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ പലതരത്തിൽ നിരവധിയായ കൊച്ചുകുട്ടികൾ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവരുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് നമുക്കറിയാവുന്നതാണ്, വലിയ തോതിൽ തിരക്കുണ്ടാവുകയാണെങ്കിൽ ഉയരം താരതമ്യേന കുറഞ്ഞ കുട്ടികൾക്ക് ശ്വാസം മുട്ടുണ്ടാകാനും അത്തരത്തിലുള്ള പ്രശ്നം, വായു ലഭിക്കാനുള്ള ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഈ ക്രൗഡ് മാനേജ്മെൻറ്റിലെ വലിയൊരു മെഡിക്കൽ എമർജൻസിയായി തന്നെ മാറുന്നൊരു സാഹചര്യമുണ്ട്. ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് എന്ത് ചെയ്തു എന്ന് കൃത്യമായി കോടതി എടുത്തു ചോദിക്കുക തന്നെ ചെയ്തു. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറഞ്ഞത് ദുരന്തങ്ങളുടെ സാധ്യത, ഇത്തരത്തിൽ തിക്കും പെട്ട് എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യുമെന്നതായിരുന്നു ചോദ്യം. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ആവശ്യം എന്ന് പറയുന്നത് 90,000 പേരെ ഈ ഓൺലൈൻ ബുക്കിംഗ് വഴി കയറ്റാനുള്ള സംവിധാനം ഒരുക്കണമെന്നൊരു നിലപാടായിരുന്നു. ഇപ്പോൾ തന്നെ സാധിക്കാത്തത് എവിടെയാണ് നിർത്താൻ സാധിക്കുക ഇത്രയും പേർ വന്നാൽ എന്നായിരുന്നു തിരിച്ചുള്ള ഹൈക്കോടതിയുടെ ചോദ്യം. ഇത്തരത്തിൽ ഒരു കൃത്യതയില്ലാത്ത, ഒരു പ്ലാനിംഗ് ഇല്ലാത്ത, ഒരു ക്രൗഡ് മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങളൊന്നും തന്നെ പാലിക്കപ്പെടാത്ത രീതിയിലുള്ള ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാവുന്നതാണ്, ബാരിക്കേഡുകൾ വെച്ച് കൃത്യമായി ക്യൂ നിയന്ത്രിക്കുന്നതിനോ അല്ലെങ്കിൽ ക്യൂ കോംപ്ലക്സ് പ്രയോജനപ്പെടുത്തുന്നതിനോ ഒന്നും സാധിക്കാത്തൊരു സാഹചര്യം അവിടെയുള്ള പോലീസ് സംവിധാനങ്ങളുടെയും അതുപോലെ തന്നെ അനുബന്ധ സംവിധാനങ്ങളുടെയും ഭാഗമായി ഉണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും നിർണായകമായ മറ്റൊരു വിഷയം, അല്പസമയം മുമ്പ് ജനം TVയോട് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പ്രതികരിച്ച വിഷയങ്ങൾ കൂടിയാണ്. ആ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത് മുന്നൊരുക്കങ്ങളിൽ വീഴ്ച സംഭവിച്ചു, അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അതുമാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം അദ്ദേഹം എടുത്തു പറഞ്ഞത് ദേവസ്വം ബോർഡിൻ്റെ തന്നെ കീഴിലുള്ള വിവിധ വകുപ്പുകൾ, മരാമത്ത് അതുപോലെ തന്നെ ഗതാഗതം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളിൽ സംബന്ധിച്ച മുന്നൊരുക്കങ്ങൾ കാര്യക്ഷമമായി നടത്താനായില്ല. അതായത് പൊതുമരാമത്താണെങ്കിൽ, പൊതുമരാമത്ത് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് തന്നെ വരികയും ചെയ്തു. പൊതുമരാമത്താണെങ്കിൽ റോഡുകളുടെ നിർമ്മാണവും പശ്ചാത്തല കെട്ടിടങ്ങളുടെ
നിർമ്മാണവും ഇന്നലെ അദ്ദേഹം പറഞ്ഞൊരു വലിയ ഗൗരവമേറിയൊരു വിഷയമുണ്ട്. ഇന്നലെ ഈ ആൾത്തിരക്ക് കൂടിയൊരു സാഹചര്യത്തിൽ ഏതോ ഒരു പ്രദേശത്ത് കൃത്യമായി ഈ ക്യൂ വരുന്നൊരു പ്രദേശത്തുണ്ടായിരുന്ന ഒരു കെട്ടിടം അപകടാവസ്ഥയിലായിരുന്നു എന്ന് കണ്ടെത്തുകയും അവിടെ നിന്ന് പോലീസ് ജനങ്ങളെ ഡൈവേർട്ട് ചെയ്യുകയും ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ആ കെട്ടിടം അപകടാവസ്ഥയിലായത് എന്തുകൊണ്ട് നേരത്തെ കണ്ടെത്തിയില്ല? തീർച്ചയായും മരാമത്ത് വകുപ്പിൻ്റെ വലിയൊരു വീഴ്ചയാണത്. അത്തരത്തിൽ അപകടാവസ്ഥയിലായ, അല്ലെങ്കിൽ നമുക്കറിയാവുന്നതാണ്, ഒരു കെട്ടിടത്തിൻ്റെ രീതി കണ്ടാൽ അത് അടിയന്തരമായി എഞ്ചിനീയർമാർ പരിശോധിച്ച് അത് ഏത് രീതിയിലാണ് അവിടെ നിലനിർത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഈ മണ്ഡലകാലത്തിന് മുൻപ് അത് എന്തെങ്കിലും സാഹചര്യത്തിൽ വെല്ലുവിളി സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റേണ്ടതുണ്ടോ എന്ന് സംബന്ധിച്ച ഒരു തരത്തിലുള്ള ആലോചനയും പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല, അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചകൾ വന്നു എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ തുറന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം അല്പസമയം മുമ്പ് ജനൻ ടി വിയിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, അയ്യപ്പൻ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ അയ്യപ്പന് കണ്ണു തുറപ്പിക്കാൻ വേണ്ടി തന്ന ഒരു അവസരം അത് ഇനി ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം ഒരു കുറ്റസമ്മതം തന്നെ നടത്തുകയും ചെയ്തു എന്ന ആ ഒരു നിരീക്ഷണത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നാളിതുവരെ ഹൈക്കോടതി നൽകുന്ന നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ മാധ്യമങ്ങളും അതുപോലെ ബന്ധപ്പെട്ട വിദഗ്ധരുമെല്ലാം ചൂണ്ടിക്കാട്ടുന്ന വിഷയങ്ങളൊന്നും തന്നെ സർക്കാർ മുഖവിലേക്ക് എടുത്തിട്ടില്ല, ദേവസ്വം ബോർഡ് മുഖവിലേക്ക് എടുത്തിട്ടില്ല. എടുത്തെങ്കിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്രയും രൂക്ഷമായ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഇനി ഉണ്ടാകുന്ന എന്തെങ്കിലും അവസരം ഉണ്ടാവുകയാണെങ്കിൽ അത് അനുവദിക്കാനാവില്ല എന്നൊക്കെ രീതിയിലുള്ള അതിരൂക്ഷമായ ഭാഷയിലുള്ള പ്രതികരണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ച് ഇനി ഹൈക്കോടതിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകരുതെന്ന് നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഈ കേസ് ഇന്ന് തൽക്കാലത്തേക്ക് കോടതി അവസാനിപ്പിക്കുകയും ചെയ്തത്. തീർച്ചയായും ഗൗരവമേറിയ ഒരു നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തുടർച്ചയായ വീഴ്ചകളുടെ ഒരു അന്തിമഘട്ടത്തിൽ കർശനമായൊരു നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നു. ആ വീഴ്ചകളെല്ലാം തന്നെ ഒരു പരിധിവരെ തുറന്നു സമ്മതിക്കുന്നതിന് ദേവസ്വം ബോർഡിന് പോലും തയ്യാറാകേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഈ നിയമ നടപടിയുടെ ഒരു രത്നചുരുക്കം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. സന്നിധാനത്ത് അലഞ്ഞു തിരിയുന്ന കന്നുകാലികളെപ്പോലെ അയ്യപ്പ ഭക്ത, വേദനയുണ്ട്, വിഷമമുണ്ട്, കുടിക്കാൻ വെള്ളമില്ല. നോക്കൂ, കടകൾ പോലും ലേലത്തിൽ കൊടുത്തു തീർത്തിട്ടില്ല. മാത്രമല്ല, മലീമസമായി കിടക്കുകയാണ് പമ്പയും അതുപോലെ സന്നിധാനവുമൊക്കെ. നമുക്കറിയാവുന്നതുപോലെ പുണ്യം പൂങ്കാവനം പദ്ധതി പൂട്ടിക്കെട്ടിയവരാണ് ഇവർ. മാത്രമല്ല, സൗജന്യമായിട്ട് അന്നദാനം കൊടുക്കാൻ നിരവധി സംഘടനകൾ ഉണ്ടായിരുന്നു. അയ്യപ്പ സേവാ സമിതി ഉൾപ്പെടെ നിരവധി സംഘടനകൾ ഉണ്ടായിരുന്നു. ആ സംഘടനകളെയെല്ലാം സന്നിധാനത്ത് നിന്ന് ഓടിച്ച് വിട്ടു. ഇപ്പോൾ ദേവസ്വം ബോർഡിന് ഇതൊന്നും അവധാനതയോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ അയ്യപ്പ ഭക്തരോട് ഈ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ പ്രത്യേകിച്ച് മമതയൊന്നുമില്ല. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി, അതൊക്കെ ഒരു തട്ടിപ്പ് സംഗമമായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നോക്കൂ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറയുന്നു ഭയാനകമാണ് അവിടുത്തെ അവസ്ഥ എന്ന്. ഇങ്ങനെ ഭയാനകമാണ് എന്ന് പറഞ്ഞ വ്യക്തി പിന്നീട് അത് തിരുത്തുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. എന്തുമാവട്ടെ, എന്തെങ്കിലുമൊക്കെ നടപടികൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ മിഥുൻ? ഒരു നീക്കവും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. മരക്കൂട്ടത്തും ശരംകുത്തിയിലും മറ്റ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തുന്ന വഴികളിലെല്ലാം നമ്മൾ ഇന്ന് രാവിലെ പോയതാണ്. ഭക്തരുടെ പ്രതികരണങ്ങൾ തേടിയതാണ്. ഇന്നും കുടിവെള്ളം കിട്ടാതെ വലയുകയാണ് ഭക്തജനങ്ങൾ, കുഞ്ഞുങ്ങളുമായി, കുഞ്ഞയ്യപ്പന്മാരുമായി, കുഞ്ഞു മാളികപ്പുറങ്ങളുമായി. ഭക്തജനങ്ങളെ ഇപ്പോൾ തടഞ്ഞുകൊണ്ടാണ് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നത്. മരക്കൂട്ടത്ത് തടയുന്നുണ്ട്, ശരംകുത്തിയിൽ തടയുന്നുണ്ട്, പമ്പയിൽ തടയുന്നുണ്ട്, നിലയ്ക്കൽ തടയുന്നുണ്ട്. നിലയ്ക്കൽ മുതൽ തുടങ്ങുന്നതാണ് ഈ ഭക്തജനങ്ങളെ തടഞ്ഞുകൊണ്ട് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള പോലീസിന്റെ നീക്കം. ശബരിമലയിൽ ഏതു വിധേനയും തിരക്ക് നിയന്ത്രണ വിധേയമാക്കി ഇന്നലെയുണ്ടായ അസാധാരണ സാഹചര്യം ഇനി ഉണ്ടാകാതിരിക്കുക എന്നത് മാത്രമാണ് പോലീസിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി പോലീസ് നടത്തിയിരിക്കുന്ന നടപടി എന്ന് പറയുന്നത് നിലയ്ക്കൽ മുതൽ ഭക്തജനങ്ങളെ തടയുക എന്നുള്ളതാണ്. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാകുന്നതിനനുസരിച്ച് നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്കും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കും ഭക്തജനങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് പോലീസ് ഈ അസാധാരണമായിട്ട് ഇന്നലെ സംഭവിച്ച ആ ഒരു സ്ഥിതി ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പോലീസ് സ്വീകരിച്ചിരിക്കുന്ന മാർഗം. അപ്പോൾ മരക്കൂട്ടത്ത് ഭക്തജനങ്ങൾ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരും.
താഴെ ശരംകുത്തിയിൽ ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരും. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നടപ്പന്തലിൽ ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരും. ഈ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾക്കിടയിലേക്ക് നമ്മൾ ഇന്ന് രാവിലെ പ്രതികരണം തേടിപ്പോയതാണ്. അവർ പറയുന്നു, കഴിഞ്ഞ 3 ദിവസമായി അവർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ പ്രതികരണം തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നത്. മണിക്കൂറുകളോളം ബാരിക്കേഡിനുള്ളിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് വെള്ളമില്ല, ഭക്ഷണമില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സൗകര്യമില്ല. അവരെ ഈ ബാരിക്കേഡിനുള്ളിൽ തടഞ്ഞു വെക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുവാൻ അവർക്ക് നിർവാഹമില്ല. ഇനി എങ്ങാനും അതിൽ നിന്നും പുറത്തേക്ക് പോയാൽ തിരികെ ആ ക്യൂവിനുള്ളിൽ പ്രവേശിക്കുന്നതിന് മാർഗമില്ല. സ്വാഭാവികമായും വെള്ളം കുടിക്കാൻ നിർവാഹമില്ല, ഭക്ഷണം കഴിക്കാൻ നിർവാഹമില്ല. മണിക്കൂറുകളോളം ഈ ക്യൂവിനുള്ളിൽ, ഈ ബാരിക്കേഡിനുള്ളിൽ കന്നുകാലികളെ പൂട്ടിയിട്ടിരിക്കുന്നത് പോലെ ഭക്തജനങ്ങൾക്ക് കഴിയേണ്ടി വരുന്നു. ബിസ്ക്കറ്റ് ഉൾപ്പെടെയുള്ള ലഘുഭക്ഷണങ്ങൾ ഭക്തജനങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കും. അവരുടെ വിശപ്പ് ശമിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ നൽകും എന്നാണ് ഇന്നലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ അറിയിച്ചത്. കുഞ്ഞുങ്ങളടക്കമുള്ളതാണ്, വരിയിൽ മണിക്കൂറുകളോളം നിൽക്കുന്നതാണ്, ക്യൂവിൽ നിന്ന് പുറത്തു പോകാനുള്ള മാർഗമില്ല. അപ്പോൾ ബിസ്ക്കറ്റ് ഉൾപ്പെടെയുള്ള ലഘുഭക്ഷണങ്ങൾ അവർക്കരികിലേക്ക് എത്തിക്കണം, വെള്ളം എത്തിക്കണം. ഇന്നും പക്ഷേ അതിനുള്ള ഒരു നടപടിയും എങ്ങും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വെള്ളം കിട്ടാതെ ദാഹിച്ചു നിൽക്കുന്ന ഭക്തജനങ്ങളാണ് ഇന്നും ജനൻ ടിവിയോട് പ്രതികരിച്ചത്. ഞങ്ങൾ മടുത്തു എന്ന്. ലഘുഭക്ഷണമില്ല, പുറത്തു പോയി കഴിക്കാൻ പോകാൻ ആണെങ്കിൽ ഈ ക്യൂവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. ആ വരിക്കുള്ളിൽ നിൽക്കണം. ബാരിക്കേഡിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അടച്ച് തടഞ്ഞു വെച്ചിരിക്കുകയാണ് അവരെ. ഇനി ഏത് വിധേനയും പുറത്തിറങ്ങിയാൽ തന്നെ തിരികെ അതിനുള്ളിൽ കയറാൻ മാർഗമില്ല. കൂടുതൽ പ്രതികരണങ്ങളാണ് വേണ്ടത്. കാരണം ശബരിമലയിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന്, അതുപോലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. അതുകൊണ്ട് അയ്യപ്പ ഭക്തരുടെ കൂടുതൽ പ്രതികരണങ്ങൾ തേടണം. പണ്ടൊക്കെ പ്രതിദിനം 1.5 ലക്ഷം ആളുകളായിരുന്നു, ഭക്തരായിരുന്നു മല ചവിട്ടിയത്. ഇന്ന് 1 ലക്ഷം അയ്യപ്പ ഭക്തരെ പോലും ശബരിമലയിലേക്ക് കടത്തിവിടുന്നില്ല. അന്ന് സുഗമമായ ദർശനമുണ്ടായിരുന്നു, വലിയ പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ അവസ്ഥ ദുരവസ്ഥയാണ്, അത്യന്തം ഖേദകരമാണ്. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണം പാളിയതിൽ ദേവസ്വം ബോർഡിനെ കടുത്ത ഭാഷയിലാണ് ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നത്. മുന്നൊരുക്കങ്ങളിലെ വീഴ്ചയിൽ കോടതി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു. ഇങ്ങനെ പോയാൽ വലിയൊരു ദുരന്തം ഉണ്ടാകുമെന്ന് കോടതി ആശങ്ക അറിയിച്ചിരിക്കുന്നു. ഇതൊരു മുന്നറിയിപ്പാണ്. ഒരു ദുരന്തം സന്നിധാനത്ത് ശബരിമലയിൽ സംഭവിക്കാതിരിക്കട്ടെ. 6 മാസം മുമ്പെങ്കിലും മുന്നൊരുക്കങ്ങൾ തുടങ്ങണമായിരുന്നു. ശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കണമായിരുന്നു. കോടതി ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും വിശദീകരണം തേടിയിട്ടുണ്ട്. ജിജീഷ് കരുണാകരൻ, ഐസൻ ജോസ്, മിഥുൻ മുരളി എന്നിവരാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.